ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു നെസ്റ്റോ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ ആയി ഒരു എയർ ഫ്രയർ വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി മാത്രമല്ല, ഒരു ദിവസം ഇതേപോലെ ഹസ്ബൻഡിന് കൂടെ സൈറ്റിലേക്ക് പോയതാണ്. അങ്ങനെ തിരിച്ചു വരുമ്പം ഇത് നമ്മളടുത്തുള്ള നെസ്റ്റോ അല്ല കേട്ടോ. അതായത് നമ്മളടുത്തെന്ന് പറയുമ്പോൾ ബർക്കയാണ് നമ്മളടുത്തുള്ളത്. അവിടെ അല്ല, ഇത് മുസന്ന അവിടെ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു നെസ്റ്റോ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു ഏരിയയിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. വാഷിംഗ് മെഷീൻ നമുക്ക് വാങ്ങിക്കാനുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ വാങ്ങാനുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കുക്കിംഗ് റേഞ്ചും ഒക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുക്കിംഗ് റേഞ്ച് ഇതുപോലത്തെ 4 എണ്ണം വരുന്ന നാല് ഗ്യാസ് സ്റ്റോപ്പ് വരുന്നതാണ് കേട്ടോ. ഈ ഒരു മോഡലല്ല, ഏകദേശം മറ്റേ ടൈപ്പ് മോഡലായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ എയർ ഫ്രയർ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 25 റിയാലിൻ്റെ ഒരു എയർ ഫ്രയർ ഇന്നെന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു മലയാളി ആയിരുന്നു നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളി മീൻസ് നെസ്റ്റോയിലെ കടയിലത്തെ സ്റ്റാഫാണ് കേട്ടോ. അങ്ങനത്തെ ഈ ഒരെണ്ണമാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പെക്സിൻ്റെ ആ ഒരു എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പ്രേക്ക് ഒരുപാട് സ്റ്റോറി ഉണ്ട് പറയാൻ. ഹസ്ബൻഡ് എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നൊരു സംഭവമാണ് ഈ ഒരു ബ്ലൂ ലീഡിൻ്റെ സ്പ്രേ കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെയാണ് എൻ്റെ മോൾ എതിർത്ത് നോക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്. നമ്മുടെ എന്താ പറയുക, ഹെന്ന നെയിൽ മെഹന്തിയാണ്. അപ്പോൾ അതിൻ്റെ ചെറി റെഡ്, പിന്നെ ഇത് വേറെ ഏതൊരു കളറാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് തോന്നുന്നു. ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ടില്ല. 3 ഷെയ്ഡിലെങ്ങാനാണ് തോന്നുന്നത് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഓർഗാനിക് ഹെന്ന ഉണ്ട്. ഇതും ഓർഗാനിക് തന്നെയാണ്. നമുക്ക് ടൈമില്ലാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് വന്നു. ഇതിനൊന്നും അത്ര ഒന്നും ഓഫർ എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇതേപോലെ ഇങ്ങനെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കങ്ങനെ വാങ്ങിയില്ലെങ്കിലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു കടായി വേണമായിരുന്നു. അപ്പോൾ അത് നോക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളതൊക്കെ, അതായത് ഞാനിപ്പോൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇവർ യൂസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയില്ല, അതൊക്കെ കേട് വന്നിട്ടുണ്ട്. അവർ ഈ ഓഫീസിൽ പോണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടല്ല. അപ്പോൾ അവർ യൂസിങ്ങും കുറവായിരിക്കും. പിന്നെ അതുപോലെ യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങനെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കടായി വേണം. അപ്പോൾ അത് ഞാൻ നോക്കുവാണ്. പുതുതായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുട്ടും കുറ്റിയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നു കേട്ടോ. AC കുക്കിൽ വെക്കുന്ന പുട്ടും കുറ്റിയാണ്, അലുമിനിയത്തിൻ്റെയാണ്. നോർമൽ പുട്ടും കുറ്റിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എന്നാണ് എനിക്ക് ഇവിടുത്തെ റേറ്റ് കണ്ടപ്പം മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. പിന്നെയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ പുതുതായിട്ട് അവിടെ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവർ വാങ്ങിപ്പിച്ചു. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗുലാബ് ജാമുൻ്റെ ന്യൂ വെറൈറ്റി ആണെന്ന് പറഞ്ഞു. ക്യാൻഡി ടിന്നായിട്ട് വരുന്ന ഗുലാബ് ജാമുൻ്റെ ഈ ഒരു സംഭവം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. 1 റിയാലിന് താഴെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ ആ ഒരു വീക്കെൻഡിലാണ് ഇറങ്ങാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പിന്നെ അവിടുന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ബില്ലടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങാം. ഞാൻ പറയല്ലോ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു കടായി ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചെറുത് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു കടായി എനിക്ക് വേണമെന്ന്. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ച എയർ ഫ്രയർ ഇമ്പെക്സിൻ്റെ ആണ്.
അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനതിൽ കുക്കൊക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വാറൻറ്റി കാർഡ്, അതിന് 2 ഇയർ വാറൻറ്റി ഉണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. എല്ലാവരും നന്നായി സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.